careful. I said don't move. You call me. Come on, hands up. I said hands up. Oh shit. എന്തോ കുഴപ്പമുണ്ട്. Something is wrong. Oh God. ആരേത്? CA Somarajan. I can't believe this. Hands up. Don't move. ഇതെന്റെ ഗണ്ണാ. This is my gun. ഇതെങ്ങനെ ഇവിടെ? ഇതിപ്പോ തന്റെ ഗണ്ണല്ല. This is evidence. ഇതെങ്ങനെ ഇവിടെ വന്നു? ഇതിലെന്തോ ചതിയുണ്ട്. ഡിപ്പാർട്ട്മെന്റ് ലോക്കറിൽ വെച്ചിരുന്ന ഗണ്ണായത്. Both of you are under arrest. Arrest them. ഞങ്ങൾ നിരപരാധികളാണ് സർ. വിടോ. ഞങ്ങൾ ഒരേ ഡിപ്പാർട്ട്മെന്റിൽ ഒരേ ഓപ്പറേഷൻ വന്നിരിക്കുന്നവരാണ്. ഞങ്ങളെ ആരോ കരുതി കൂടി ട്രാപ്പിലാക്കിയിരിക്കുക. ഈ മരിച്ചു കിടക്കുന്നവരെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലെന്നേ. നിങ്ങളുടെ നിരപരാധിത്വം നിങ്ങൾ കോടതിയിൽ തെളിയിക്കണം. It's none of my business. Come on, take them. വരണം സർ, പ്ലീസ്. ആന്റി നാർക്കോട്ടിക് ഡിപ്പാർട്ട്മെന്റിലെ ഡെപ്യൂട്ടി കമ്മീഷണർമാരായ ആനന്ദ് ജേക്കബിന്റെയും RC ശേഖറിന്റെയും അധോലോക ബന്ധത്തിന്റെ വെളിപ്പെടുത്തലാണ് CA സോമരാജൻ വധമെന്ന് ഉന്നതതല വൃത്തങ്ങൾ സംശയിക്കുന്നു. കുറ്റവാളികളായി പിടിക്കപ്പെട്ട ഈ ഉന്നത ഉദ്യോഗസ്ഥരെ അന്വേഷണ വിധേയരായി സസ്പെൻഡ് ചെയ്യുവാൻ ഔദ്യോഗികമായി തീരുമാനമായി. എല്ലാവരുടെയും കുത്തുവാക്ക് കേൾക്കാൻ ചേച്ചി എന്തിനാ നിന്ന് കൊടുക്കണം? ചേച്ചി എങ്ങോട്ടും പോണ്ട. എടി, ശേഖരനെ പറ്റത് ഞാനാ. അവനൊരിക്കലും ഇങ്ങനൊരു കൊലപാതകം ചെയ്യത്തില്ല. പറയുന്നവര് പറഞ്ഞോട്ടെ, ആക്ഷേപിക്കുന്നവര് ആക്ഷേപിച്ചോട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ ഈ സത്യം പുറത്തു വരും. നീ എന്തിനാ മോളെ ഇങ്ങനെ സങ്കടപ്പെടുന്നേ? ഇങ്ങോട്ട് വന്നേ. അമ്മായി തളരാൻ പാടില്ല മോളെ. പോയിട്ട് വരാം. പോയിട്ട് വരട്ടെ. എനിക്കെന്റെ പെരുവരിൽ നിന്ന് തരിച്ചു കയറുക. ഇങ്ങനെ മുമ്പിൽ കുത്തിയിരുന്ന് കരഞ്ഞോട്ട് സ്ഥലം കാലിയാക്ക്. ഇവിടെ 100 കൂട്ടം കേസ് കിടക്കുക. അതിനിടയ്ക്ക് വിടാൻ. ഇന്ന് പോസ്റ്റിങ്ങിന് വെച്ചിട്ടുള്ള ഫയലുകൾ ഉടനെ റെഡി ആവണം. ശരി സർ. ഇങ്ങനെ ഇരുന്ന് കരയുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന്. പോയി വേറെ വല്ല അഡ്വക്കേറ്റിനെയും കാണും. നോക്കണ്ട, ഇപ്പൊ അറസ്റ്റിലായ ആനന്ദ് ജേക്കബിന്റെ സിസ്റ്ററാ കീർത്തി. എനിക്ക് വേണ്ടപ്പെട്ടവരാ. ആനന്ദിന്റെ കേസ് ജയിക്കേണ്ടത് എന്റെ ആവശ്യമാണ്. അല്ലാതെ കരഞ്ഞും നിലവിളിച്ചും എഴുന്നേക്ക്, വീട്ടിൽ പോ. എനിക്ക് കണ്ണീരും കൈ ഒട്ടും അങ്ങോട്ട് സഹിക്കാൻ പറ്റത്തില്ല. അമിതങ്ങളൊന്നും പറയണ്ട. കേസ് നമ്മൾ ജയിക്കും, ഉറപ്പാ. എനിക്കങ്ങളുടെ വിശ്വാസം. കുറ്റവാളികളായി സംശയിക്കപ്പെടുന്ന പ്രതികളിൽ ഒരാൾ മിസ്റ്റർ ആനന്ദ് ജേക്കബ് എൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്.
കേസിനാസ്പദമായ നിർഭാഗ്യകരമായ സംഭവത്തിലേക്ക് അയാൾ സ്വന്തം താല്പര്യപ്രകാരം പോവുകയായിരുന്നു. ഞാൻ ഡ്യൂട്ടി അസൈൻ ചെയ്തത് ഇയാളുടെ ജൂനിയറായ ഐസക്കിനായിരുന്നു. എന്നെ നിർബന്ധിച്ച് ഇയാൾ ഡ്യൂട്ടി ഏറ്റെടുക്കുകയായിരുന്നു. ഇതിൻ്റെ പിന്നിൽ നിഗൂഢമായ എന്തോ ഉദ്ദേശം ഉണ്ടായിരുന്നില്ല എന്ന് ഇന്ന് ഞാൻ സംശയിക്കുന്നു. മതിയായ പോലീസ് ഫോഴ്സ് ഞാൻ അലോട്ട് ചെയ്തിട്ടും അത് ഒഴിവാക്കി ഇയാൾ ഒറ്റയ്ക്ക് പോയത് എൻ്റെ സംശയത്തെ ബലപ്പെടുത്തുന്നു. That's all, Your Honor. അതെ, ആനന്ദ് ഒന്ന് മനസ്സിലാക്കണം. എൻ്റെ കക്ഷി, അതായത് ആനന്ദ് ജേക്കബിന് എതിരായിട്ടുള്ള തെളിവുകൾ വളരെ സ്ട്രോങ് ആണ്. ഒന്ന്, സംഭവ സ്ഥലത്ത് നിന്ന് കിട്ടിയ റിവോൾവർ, അത് എൻ്റെ കക്ഷിയുടേതാണ്. മറ്റൊന്ന്, സാക്ഷി വിസ്താരത്തിലെ ആന്റി നാർക്കോട്ടിക് കമ്മീഷണർ ഇക്ബാലിന്റെ മൊഴി, അതും എൻ്റെ കക്ഷിക്ക് പ്രതികൂലമാണ്. ശിക്ഷ ഇളവ് ചെയ്ത് കിട്ടണമെങ്കിൽ ഞാൻ നോക്കിയിട്ട് ഒരൊറ്റ വഴിയേ ഉള്ളൂ. കുറ്റം സംബന്ധിച്ച് മാപ്പ് സാക്ഷിയാവണം. കുറ്റം ചെയ്തെന്ന് തെളിയിക്കട്ടെ. തെളിയിച്ച അതിനുള്ള ശിക്ഷ ഞാൻ അനുഭവിച്ചോളാം. അല്ലാതെ കുറ്റം ചെയ്യാതെ മാപ്പ് സാക്ഷിയാൻ എന്നെ കിട്ടില്ല. എടോ, താൻ കുറ്റം ചെയ്തോ ചെയ്തില്ലോ എന്ന് തീരുമാനിക്കുന്നത് കോടതിയാ. കോടതിക്ക് തെളിവുകളാ പ്രധാനം. കുറ്റം ചെയ്തവൻ രക്ഷപ്പെടുന്നതും കുറ്റം ചെയ്യാത്തവൻ ശിക്ഷിക്കപ്പെടുന്നതും തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. ഞാൻ പറഞ്ഞത് അനുസരിച്ചില്ലെങ്കിൽ പുല്ലനങ്ങളെ വലിച്ചു കയറി ദൂരെ കളഞ്ഞിട്ട് ഞാൻ എന്റെ പാടിനങ്ങ് പോകും. ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് പോലെ അങ്ങോട്ട് കേൾക്കും. എനിക്കൊന്നും പറയാനില്ല. Leave me alone. I'm in a hurry. Please, please, please. ഇനി പ്രതികൾക്ക് എന്തെങ്കിലും കോടതി മുമ്പാകെ ബോധ്യപ്പെടുത്താനുണ്ടെങ്കിൽ ആവാം. യുവർ ഓണർ, ഞങ്ങൾ നിരപരാധികളാണ്. ഡെലിബറേറ്റായി ഞങ്ങളെ ട്രാപ്പിലാക്കിയതാണ്. യഥാർത്ഥ കുറ്റവാളികൾ ഒരു കാരണവശാലും രക്ഷപ്പെടരുതെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ജുഡീഷ്യറിയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ദാറ്റ്സ് ഓൾ, യുവർ ഓണർ. ഞാൻ ആനന്ദ് ജേക്കബിനെ ആദ്യമായിട്ട് കാണുന്നത് സംഭവം നടന്ന സ്ഥലത്ത് വെച്ചാണ്. CA സോമരാജനെ എനിക്ക് പരിചയമേ ഇല്ല. ആനന്ദ് ജേക്കബും CA സോമരാജനും തമ്മിൽ പലതവണ ഇടഞ്ഞിട്ടുള്ളതായി ബഹുമാനപ്പെട്ട കോടതിക്ക് അറിയാവുന്ന പോലെ തന്നെ എനിക്കും അറിയാം. ലോക്കറിൽ സൂക്ഷിച്ചിരുന്നു എന്ന് ആനന്ദ് പറയുന്ന അയാളുടെ സർവീസ് റിവോൾവർ എങ്ങനെ സംഭവ സ്ഥലത്ത് വന്നു എനിക്കറിയില്ല. അതേ റിവോൾവറിൽ നിന്നുള്ള വെടിയേറ്റതിനെ തുടർന്നാണ് CA സോമരാജൻ കൊല്ലപ്പെട്ടതെന്ന് ഇതിനകം തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് വേണ്ടി മാത്രമാണ് ഞാനെന്ന് അവിടെ പോയത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി എന്നെ പൂർണ്ണമായും കുറ്റവിമുക്തനാക്കണം. പിന്നെ സാഹചര്യ തെളിവുകളുടെയും ACP ആനന്ദ് ജേക്കബിന്റെ സർവീസ് ഹിസ്റ്ററിയുടെയും അടിസ്ഥാനത്തിൽ CA സോമരാജൻ വധക്കേസിൽ ഞാൻ ആനന്ദ് ജേക്കബ് തന്നെയാണ് കുറ്റവാളി എന്ന് സംശയിക്കുന്നു. CI സോമരാജൻ വധക്കേസിലെ കൂട്ടുപ്രതികളിൽ ഒരാളായ ശേഖർ വർമ്മയ്ക്ക് ഈ കോടതി ജാമ്യം അനുവദിക്കുകയും ആനന്ദ് ജേക്കബിനെ വിചാരണ തടവുകാരനായി സബ് ജയിലിൽ പാർപ്പിക്കുവാൻ ഉത്തരവിടുകയും ചെയ്യും. ഈ കേസിന്റെ തുടർ വിചാരണ അടുത്ത മാസം 16-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നു.
ഹലോ, ഞാനാ. ഇച്ചായൻ എന്നാ ഇങ്ങോട്ട് വരണേ? ഇവിടെ ഇച്ചായൻ ഉണ്ടായിരിക്കേണ്ടതായിരുന്നു. കാര്യങ്ങളുടെ പോക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ക്വൈറ്റ് അൺഎക്സ്പെക്റ്റഡ്. ഒരുത്തൻ മറ്റവനെ തള്ളി പറഞ്ഞു. അല്ലല്ല, ശേഖർ. അപ്പോ ഇപ്പൊ ശേഖറാണ് നമ്മുടെ വിഷയം. വിഷയം എന്ന് പറഞ്ഞാ അവനെ നമ്മുടെ കൂടെ നിർത്തണം. നിർത്തിയാൽ നിർത്താം. നിർത്തും. ഓക്കെ ചായ. ഓക്കെ, ബൈ. എടാ കോപ്പേ, പോലീസുകാരാ, വാടാ മോനെ വാ. എടാ പുല്ലേ, നിന്നെ കാത്തിരിക്കായിരുന്നു ഞാൻ. നേരെ ചൊവ്വൊന്ന് കാണട്ടടാ. ഇങ്ങോട്ട് നോക്കണം നായിന്റെ മോനെ. നിന്റെ മോന്തക്കിട്ട് തുപ്പും ഞാൻ. എരപ്പേ തുപ്പൻ. വിഷമിക്കണ്ട. എന്നെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കുന്ന ഓർത്തല്ലേ അങ്കിള് തീ തിന്നുന്നത്? എനിക്കിപ്പോ എന്തും സഹിക്കാനുള്ള കരുത്തുണ്ട്. സഹിച്ചല്ലേ പറ്റൂ. ജാമ്യത്തിലിറക്കാൻ ആലോചിച്ചപ്പോഴാ ജയിലിൽ എന്തായാലും
വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഒന്ന് ശ്രമിച്ചു നോക്കാം.